അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തത് മാ തിൽക്ക, അതെന്താണ്? ദൂരമുള്ളൊരു മുട്ടയാണ്. മുട്ട സ്ത്രീലിംഗാണ്, മുഅന്നസ്. അപ്പോൾ തിൽക്ക ബൈദത്തുൻ, മുട്ടക്ക് എന്താ പറയുക? ബൈദത്തുൻ. അപ്പോൾ അതൊരു മുട്ടയാണ്. അപ്പോൾ തിൽക്ക മുബ്തദഉൻ മർഫൂൻ, ബൈദത്തുൻ ഖബറുൻ മർഫൂൻ. ഹാദിഹി സയ്യാറത്തുൽ മുദർരിസി വ തിൽക്ക സയ്യാറത്തുൽ മുദീരി. അപ്പോൾ അടുത്തൊരു കാറുണ്ട്, ദൂരെ ഒരു കാറുണ്ട്. അപ്പോൾ അടുത്തുള്ള കാറിന് ഇങ്ങനെ പറയാം ഹാദിഹി, ദൂരമുള്ള കാറിനോ തിൽക്ക. അപ്പോൾ ഇത് അധ്യാപകൻ്റെ കാറാണ്, ടീച്ചറുടെ കാറാണ്. അത് മാനേജറുടെ കാറും ആണ്. അപ്പോൾ അടുത്തായതുകൊണ്ട് ഹാദിഹി, ദൂരെ ആയതുകൊണ്ട് തിൽക്ക. രണ്ടും സ്ത്രീലിംഗാണ്, സയ്യാറത്ത് സ്ത്രീലിംഗാണ്. അപ്പം മുഹന്നസായ ഇസ്മുൽ ഇഷാര ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പം മുഹന്നസായ ഇസ്മുൽ ഇഷാര അടുത്തുള്ളതിന് ഹാദിഹിയും ദൂരെ ഉള്ളതിന് തിൽക്കയുമാണ്. അപ്പോൾ ഇവിടെ സയ്യാറത്തുൽ മുദർരിസി എന്ന് പറഞ്ഞാൽ മുലാഫിലെ, അധ്യാപകൻ്റെ കാറ്. അപ്പോൾ മുലാഫിലെ. സയ്യാറത്തുൽ മുദീരി എന്ന് പറഞ്ഞാൽ മാനേജറുടെ കാർ. അപ്പോൾ മുലാഫിലെ. അപ്പോൾ ഹാദിഹി, ആദ്യത്തെ സെൻറ്റൻസ് നോക്കാം. ഹാദിഹി മുബ്തദഉൻ മർഫൂൻ, സയ്യാറത്തു ഖബറുൻ വഹുവ മുലാഫ്, അൽ മുദർരിസി മുലാഫിലെ മജ്റൂർ. കാരണം മുലാഫിലെ എപ്പോഴും മജ്റൂറാണ്. വാ ഹർഫു അത്തഫ്, അടുത്ത സെൻറ്റൻസ്. തിൽക്ക മുബ്തദഉൻ മർഫൂൻ, സയ്യാറത്തു ഖബർ വഹുവ മുലാഫ്, അൽ മുദീരി മുലാഫിലെ മജ്റൂർ. അസാഅത്തു അബ്ബാസിൻ ഹാദിഹി, ഒരു വാച്ചാണ്. അടുത്തുള്ളൊരു വാച്ചിനെ കുറിച്ച് ചോദിക്കുകയാണ്. ഇത് അബ്ബാസിൻ്റെ വാച്ചാണോ? അസാഅത്തു അബ്ബാസിൻ ഹാദിഹി ലാ, ഹാദിഹി സാഅത്തു ഹാമിദിൻ. അല്ല, ഇത് ഹാമിദിൻ്റെ വാച്ചാണ്. തിൽക്ക സാഅത്തു അബ്ബാസിൻ, ആ ദൂരമുള്ള അതാണ് അബ്ബാസിൻ്റെ വാച്ച്. അടുത്തുള്ളത് ഹാമിദിൻ്റെ വാച്ചാണ്, അബ്ബാസിൻ്റെതല്ല. കുറച്ച് അപ്പുറമുള്ള ദൂരമുള്ളതാണ് അബ്ബാസിൻ്റെ വാച്ച്. വല്ലാ ഹർഫു നഫി, ഹാദിഹി മുബ്തദഉൻ മർഫൂൻ, സാഅത്തു ഖബറുൻ വഹുവ മുലാഫ്, ഹാമിദിൻ മുലാഫിലെ മജ്റൂർ. തിൽക്ക മുബ്തദഉൻ മർഫൂൻ, സാഅത്തു ഖബറുൻ വഹുവ മുലാഫ്, അബ്ബാസിൻ മുലാഫിലെ മജ്റൂർ. അപ്പോൾ ഇതുവരെ പഠിച്ച ലെസൺസൊക്കെ ആവർത്തിച്ച് പഠിച്ചവർക്ക് ഇൻഷാ അല്ലാഹ് ഇനി ഇത് എളുപ്പമായിരിക്കും. അപ്പോൾ ദാലിക ദീക്കുൻ വ തിൽക ദജാജത്തുൻ. അപ്പോൾ അടുത്തൊരു പൂവൻ കോഴിയുണ്ട്, ദൂരെ ഒരു പെടക്കോഴിയുമുണ്ട്. അപ്പോൾ എങ്ങനെ പറയാം? അടുത്തുള്ളതിനെ ദാലിക്ക, ദൂരമുള്ളതിനെ തിൽക്ക. രണ്ടും സ്ത്രീലിംഗാണ്, അപ്പോൾ മുഅന്നസാണ്. അപ്പോൾ ദാലിക്കയും തിൽക്കയും. അപ്പോൾ ദാലിക്ക ദീക്കുൻ, അതൊരു പൂവൻ കോഴിയാണ്. ദാലിക്ക മുബ്തദഉൻ മർഫൂൻ, ദീക്കുൻ ഖബറുൻ മർഫൂൻ. വാ ഹർഫു അതഫ്, തിൽക്ക മുബ്തദഉൻ മർഫൂൻ, ദജാജത്തുൻ ഖബറുൻ മർഫൂൻ. ഇനി എക്സസൈസുകൾ. ഇഖ്റ വക്തുബ്, വായിക്കുകയും എഴുതുകയും ചെയ്യുക. ഹാദിഹി മദ്രസത്തുൻ വ തിൽക ജാമിയത്തുൻ, ഇതൊരു മദ്രസയാണ്, അത് യൂണിവേഴ്സിറ്റിയുമാണ്. ജാമിയത്തു എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി. അപ്പോൾ അടുത്തുള്ളത് മദ്രസയും കുറച്ച് ദൂരമുള്ളത് യൂണിവേഴ്സിറ്റിയുമാണ്. ഹാദിഹി മുബ്തദഉൻ മർഫൂൻ, മദ്രസത്തുൻ ഖബറുൻ മർഫൂൻ. വാ ഹർഫു അതഫ്, തിൽക മുബ്തദഉൻ മർഫൂൻ, ജാമിയത്തുൻ യൂണിവേഴ്സിറ്റി ഖബറുൻ മർഫൂൻ. ദാലിക ഹിമാറുൻ വ തിൽക ബക്കറത്തുൻ, ദാലിക ഹിമാറുൻ വ തിൽക ബക്കറത്തുൻ. അപ്പോൾ ഹിമാർ പുല്ലിംഗാണ്, അപ്പോൾ മുദക്കർ ദാലിക. തിൽക ബക്കറത്തുൻ, ബക്കറത്തുൻ പശു മുഅന്നസാണ്. ദാലിക മുബ്തദഉൻ മർഫൂൻ, ഹിമാറുൻ ഖബറുൻ മർഫൂൻ. വാ ഹർഫു അതഫ്, തിൽക മുബ്തദഉൻ മർഫൂൻ, ബക്കറത്തുൻ ഖബറുൻ മർഫൂൻ. അദാലിക മസ്ജിദുൻ, അതൊരു മസ്ജിദാണോ? ലാ, തിൽക മദ്രസത്തുൻ. അല്ല, അതൊരു മദ്രസയാണ്. അപ്പോൾ ചോദ്യത്തിൽ ദൂരമുള്ള ഒരു മദ്രസനെ കണ്ടപ്പോൾ മസ്ജിദാണെന്ന് സംശയമായി. അപ്പോൾ മസ്ജിദ് പുല്ലിംഗായതുകൊണ്ട് അദാലിക മസ്ജിദ് എന്ന് ചോദിച്ചു. അപ്പോൾ ഉത്തരം പറഞ്ഞ ആൾ എന്താ പറഞ്ഞത്? ലാ, തിൽക്ക മദ്രസത്തുൻ. കാരണം മദ്രസ സ്ത്രീലിംഗാണ്, അപ്പോൾ ഇനി ദാലിക ഉപയോഗിക്കാൻ പറ്റില്ല, തിൽക്ക ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ ലാ ഹർഫു നഫി, തിൽക്ക മുബ്തദഉൻ മർഫൂൻ, മദ്രസത്തുൻ ഖബറുൻ മർഫൂൻ. ഹാദാ ജമലുൻ വ തിൽക നാഖത്തുൻ. ഓക്കെ, ഹാദാ ജമലുൻ. അപ്പോൾ ജമൽ ആണൊട്ടകാണ്, നാഖത്തുൻ
പെണ്ണൊട്ടകമാണ്. അപ്പോൾ ആണൊട്ടകം പറഞ്ഞപ്പോൾ ഹാദ, പെണ്ണൊട്ടകം പറഞ്ഞപ്പോൾ തിൽക്ക. ഹാദ മുബ്തദഉൻ മർഫൂൻ, ജമലുൻ ഖബറുൻ മർഫൂൻ, വാ ഹർഫു അത്ഫ്, തിൽക്ക മുബ്തദഉൻ മർഫൂൻ, നാഖത്തുൻ ഖബറുൻ മർഫൂൻ. ഹാദിഹി മദ്രസത്തുൻ വ തിൽക്ക ത്വാലിബത്തുൻ. ഇതൊരു മദ്രസയാണ്, അതൊരു വിദ്യാർത്ഥിനിയുമാണ്. ഹാദിഹി മുബ്തദഉൻ മർഫൂൻ, മദ്രസത്തുൻ ഖബറുൻ മർഫൂൻ, വാ ഹർഫു അത്ഫ്, തിൽക്ക മുബ്തദഉൻ മർഫൂൻ, ത്വാലിബത്തുൻ വിദ്യാർത്ഥിനി, അപ്പോൾ ഖബറുൻ മർഫൂൻ. അതിൻ്റെ വിദ്യാർത്ഥിയാണെങ്കിലോ ത്വാലിബുൻ. അപ്പോൾ എന്താ പറയുക? ദാലിക്ക ത്വാലിബുൻ. ത്വാലിബത്തുൻ ആയതുകൊണ്ട് തിൽക്ക ത്വാലിബത്തുൻ. ഹാദ കെൽബുൻ വദാലിക്ക കിത്തുൻ. ഇതൊരു നായയാണ്, അതൊരു പൂച്ചയും ആണ്. ഹാദ രണ്ടും പുല്ലിംഗാണ്. അപ്പോൾ ഹാദ മുബ്തദഉൻ മർഫൂൻ, കെൽബുൻ ഖബറുൻ മർഫൂൻ, വാ ഹർഫു അത്ഫ്, ദാലിക്ക മുബ്തദഉൻ മർഫൂൻ, കിത്തുൻ ഖബറുൻ മർഫൂൻ. ഹാദ ബൈത്തുൽ മുഅദ്ദിനി വത്തിൽക്ക ഹദീഖത്തു താജിരി. അപ്പോൾ ഇവിടെ ബൈത്ത് പുല്ലിംഗാണ്. അപ്പോൾ ഹാദ ബൈത്തിനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. മുഅദ്ദിൻ എന്ന് പറഞ്ഞാൽ ബാങ്ക് കൊടുക്കുന്ന ആൾ. ഓക്കെ, ആദാൻ ബാങ്ക്, മുഅദ്ദിൻ എന്ന് പറഞ്ഞാൽ ബാങ്ക് കൊടുക്കുന്ന ആൾ. അപ്പോൾ ബാങ്ക് കൊടുക്കുന്ന ആളുടെ വീടാണ് ഇത്. വത്തിൽക്ക ഹദീഖത്തു താജിരി, അത് കച്ചവടക്കാരൻ്റെ പൂന്തോട്ടവുമാണ്. ഹദീഖത്ത് എന്ന് പറഞ്ഞാൽ പൂന്തോട്ടം. ഈ ഹദീഖത്ത് മുഅന്നസാണ്, സ്ത്രീലിംഗം. അപ്പോൾ സ്ത്രീലിംഗം വന്നുകൊണ്ട് തിൽക്ക ഉപയോഗിച്ചു. ഓക്കെ. ഹാദ മുബ്തദഉൻ മർഫൂൻ, ബൈത്തു ഖബറുൻ വഹുവ മുലാഫ്, അൽ മുഅദ്ദിനി മുലാഫിലെ മജ്റൂർ, വാ ഹർഫു അത്ഫ്, തിൽക്ക മുബ്തദഉൻ മർഫൂൻ, പിന്നെ കച്ചവടക്കാരൻ്റെ പൂന്തോട്ടം. അപ്പോൾ ഹദീഖത്തു ഖബറുൻ വഹുവ മുലാഫ്, അത്താജിരി മുലാഫിലെ മജ്റൂർ. ബാറക്കല്ലാഹു ഫീക്കും.